ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 5 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻറ്റിൻ്റെ തുണിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സാറ്റിൻ മോഡൽ തുണിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 27 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 29 ഇഞ്ചിൽ ഞാനൊന്ന് മടക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 21 ഇഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം താഴേക്ക് ഒരു 3 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതും ഒരു ബോക്സ് പോലെ വരച്ച് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഷോൾഡർ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് നേരെ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ആം ഹോളാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. എന്നിട്ട് അതും ഒരു ബോക്സ് പോലെ വരയ്ക്കുക. അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ ആ ലൈനിൽ തന്നെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കത് താഴേക്ക്, ഏറ്റവും താഴേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 27 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 29 വരയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് വരച്ച ലൈനും വേസ്റ്റ് വരച്ച ലൈനും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഈ താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു എ ലൈൻ ഫ്രോക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴത്തെ ലൈനിൽ നമ്മൾക്കൊരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ താഴെ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് മുകളിലേക്ക് വരയ്ക്കുക. ആ 2 ഇഞ്ചിൻ്റെ ലൈനിലേക്ക്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തൂങ്ങിപ്പോവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 1.5 ഇഞ്ച് എല്ലാ സൈഡിലും തയ്യൽ തുമ്പും കൂടെ കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് നെക്കാണ്. ഫ്രണ്ട് നെക്ക് പിന്നീടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ, അതിന് ശേഷം സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. അതായത് ഇപ്പോൾ ബാക്ക് പീസ് നമ്മൾ മാറ്റി വെച്ചു. ഇനി വേണ്ടത് ഫ്രണ്ട് പീസ് ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു നെക്ക് കണ്ടോ, താഴേക്ക് 3 ഇഞ്ചിൻ്റെ നെക്ക്, ഫ്രണ്ട് നെക്ക് ഒന്ന് കുഴിച്ച് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മുടെ ഫോൾഡ് ചെയ്തിരിക്കുന്നതല്ലേ, ആ ഫോൾഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ആ കട്ട് ചെയ്ത് മാറ്റുന്നിടത്ത് നമ്മൾ വേറൊരു പീസ് അവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പീസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ട്. ഒരു 30-31 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്. അത്രയും വേണ്ട, എന്നാലും നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു എന്നുള്ളൂ. ഇനി എൻ്റെ വിഡ്ത്ത് വന്നിട്ട് 8 ഇഞ്ചാണ്. നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 8 ഇഞ്ചിലൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് 29 ഇഞ്ചും അതുപോലെ തന്നെ വിഡ്ത്ത് 8 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിക്കുക. 2 സൈഡിൽ നിന്ന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് ഇതുപോലെ ബോക്സ് പ്ലീറ്റ് പോലെ യോജിപ്പിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് ക്രോസ് പീസും കൂടെ വേണം കേട്ടോ. 1.5 ഇഞ്ചിൻ്റെ കുറച്ച് ക്രോസ് പീസും പിന്നെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പീസും ബാക്കിൽ വെക്കാനായിട്ട്, അതായത് ബാക്ക് ഓപ്പൺ ആക്കാനാണ്. അപ്പോൾ അതൊരു പീസും കൂടെ വേണം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ല വശങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, ഫ്രണ്ട് പീസിൻ്റെ. അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ലെഫ്റ്റ് സൈഡിലെ പീസാണ്. ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു റെഡ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അപ്പോൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കയറ്റി വയ്ക്കുക. ആ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാൾ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കൂട്ടി വയ്ക്കുക. അതിനാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ നീളം കൂടുതലെടുത്തത്. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ മൊത്തത്തിൽ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തേക്കണം. അപ്പോൾ 1/2 ഇഞ്ച് ഇപ്പുറയും 1/2 ഇഞ്ച് അപ്പുറയും പോകാനായിട്ടാണ്. എന്നിട്ട് ഇത് നേരെ വെച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പതിച്ചടിക്കാം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതിന് ശേഷം ആ നെക്ക് കണ്ടോ, ആ നെക്കിൻ്റെ ആ ലൈനിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. കാരണം മറ്റേ പീസും കൂടെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ നെക്കുകൾ തമ്മിൽ കൃത്യമായിട്ട് വരണമല്ലോ, എന്നാലാണ് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരേപോലെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട്
അപ്പോൾ അതും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, മുകളിൽ എക്സ്ട്രാ ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക, താഴെയുള്ളതും കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. ഈ നടുക്കിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 7 ഇഞ്ചാണല്ലോ ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്കിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് പറയാം. ഇനി വേണ്ടത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുക. 2 സൈഡിൽ നിന്ന് നമ്മളൊരു പ്ലീറ്റ് പോലെ എടുത്തിട്ട് ഈ ഒരു ലൈനിലേക്ക് മുട്ടിച്ച് വയ്ക്കുകയാണ്. ഒപ്പം വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുക. കവർ ചെയ്തല്ല, ഒപ്പം വെച്ചാൽ മതി, കവർ ചെയ്ത് വയ്ക്കണ്ട. 2 സൈഡിൽ നിന്നും വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വയ്ക്കുക. അതായത് രണ്ടിൻ്റെയും എൻഡുകൾ തമ്മിൽ ജോയിൻ പോലെ വരുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഒരു 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തില്ല, ആ ലൈൻ, ആ മുകളിലത്തെ യെല്ലോ പീസിലേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം. അപ്പോൾ ഒരു സൈഡിൽ അറ്റത്തൂടെ പതിച്ച് അടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണേ ആ പോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് അവിടെ നിർത്തിയതിന് ശേഷം സൂചി തിരിച്ചിട്ട് ഇപ്പുറത്തെ പീസിലേക്ക് അടിച്ച് മുകളിലേക്ക് കയറ്റുക. അപ്പോൾ 2 പീസും കൂടെ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള റെഡ് പീസ് കാണരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേപോലെ വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. താഴെയും കുറച്ചധികം നീളമുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നമ്മളൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്, തല കടന്നു പോകാൻ എളുപ്പത്തിന് ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതിലൊരു പീസ് എടുക്കുക, 3 സൈഡും ഒന്ന് മടക്കി അടിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ടത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി വേണ്ടത് നമ്മുടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളും അതുപോലെ നെക്കും ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. കുറച്ചധികം നീളമുള്ള ക്രോസ് പീസ് എടുക്കുക, 3 സൈഡിലേക്കും ആവശ്യത്തിന്. അതിന് ശേഷം നമ്മൾ അത് രണ്ടും കൂടെ ഒന്ന് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് പീസിൻ്റെ, അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ആം ഹോളിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചെടുക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്, അധികം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അതിട്ടതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ടിങ് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പതിച്ചും കൂടെ അടിക്കാം. ഞാനിവിടെ പതിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ പതിച്ചടിച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് അവിടെ പതിച്ച് അടിക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കി വയ്ക്കുക, അതായത് ചീത്ത സൈഡിലേക്ക് മടക്കി വയ്ക്കുക. ചീത്ത സൈഡിലേക്ക് മടക്കി വെച്ചതിന് ശേഷം പതിച്ചടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൈനിങ് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ ക്രോസ് പീസ് വയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് ഫുള്ളായിട്ട് അടിച്ച് മറിച്ചിട്ടേച്ചാൽ മതി. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ആം ഹോള് അതുപോലെ നെക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ആ പീസ് തന്നെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് പല രീതിയിൽ ഈ പറഞ്ഞ ക്രോസ് പീസ് വെക്കാം കേട്ടോ. നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടാം, അല്ലെങ്കിൽ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് തയ്ക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് പൈപ്പിംഗ് ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ പതിച്ചും കൂടെ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ നെക്കും ചെയ്യുന്നത്. നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി സൈഡ് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലൈനില്ല, ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് വള്ളി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് 14ലൊന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് 14ആണല്ലോ, 14ലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് വെച്ച് ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക.
ഇനി അതിൻ്റെ താഴ്ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ പണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.